യേശു നന്മയ്ക്കായി തീർക്കും. എന്റെ ദൈവം സാഹചര്യങ്ങളെ മാറ്റും. എന്റെ യേശു നന്മയ്ക്കായി തീർക്കും. എന്റെ നാഥൻ വേദനകളെ മാറ്റും. മാറ്റും 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 മാറ്റും. ഞാനത് കണ്ടിട്ടുണ്ട്, ഞാനത് കേട്ടിട്ടുണ്ട്, ഞാനത് കണ്ടിട്ടുണ്ട്, ഞാനത് കേട്ടിട്ടുണ്ട്, ഉണ്ട്, കണ്ടിട്ടുണ്ട്, ഉണ്ട്, കേട്ടിട്ടുണ്ട്. ിനെ ഞാൻ നോക്കുകയില്ല, കാണുന്നതൊക്കെയും താൽക്കാലികം. ഇപ്പോഴുള്ളതിനെ ഞാൻ നോക്കുകയില്ല, കാണുന്നതൊക്കെയും താൽക്കാലികം. വരുവാനുള്ളതോ കാണാനുള്ളതോ, വരുവാനുള്ളതോ കാണാനുള്ളതോ തേജസ്സിന്റെ നിത്യഘനമാണ്, തേജസ്സിന്റെ നിത്യഘനമാണ്. ഞാനത് കണ്ടിട്ടുണ്ട്, ഞാനത് കേട്ടിട്ടുണ്ട്, ഞാനത് കണ്ടിട്ടുണ്ട്, ഞാനത് കേട്ടിട്ടുണ്ട്, ഉണ്ട്, കണ്ടിട്ടുണ്ട്, ഓ ഉണ്ട്, കേട്ടിട്ടുണ്ട്. TV പ്രേക്ഷക സംഗമം തിരുവല്ലയിൽ ഒക്ടോബർ 22 ചൊവ്വാഴ്ച രാവിലെ 10:30 മുതൽ. സ്ഥലം മാർത്തോമ സുവിശേഷ സേവിക സംഘം, പ്ലാറ്റിനം ജൂബിലി ഹാൾ, മഞ്ഞാടി, തിരുവല്ല. TV പ്രേക്ഷക സംഗമം പാലക്കാട് ഒക്ടോബർ 23 ബുധനാഴ്ച രാവിലെ 10:30 മുതൽ. സ്ഥലം മോത്തി മഹൽ കല്യാണ മണ്ഡപം, KSRTC ബസ് സ്റ്റാൻഡിനു സമീപം, ഷൊർണൂർ റോഡ്, നൂറണി. TV പ്രേക്ഷക സംഗമം എറണാകുളത്ത് ഒക്ടോബർ 24 വ്യാഴാഴ്ച രാവിലെ 10:30 മുതൽ. സ്ഥലം ടൗൺ ഹാൾ, നോർത്ത് റെയിൽവേ സ്റ്റേഷനു സമീപം. മിറക്കിൾ സൺഡേ അഞ്ചലിലും പാറശാലയിലും ഒക്ടോബർ 27 രാവിലെ 8:30 മുതൽ. ജീസസ് വേൾഡ് ഗ്ലോബൽ വർഷിപ്പ് സെന്റർ അഞ്ചലിൽ. വൈകുന്നേരം 4:30 മുതൽ. ഷീല കല്യാണ മണ്ഡപം, പാറശാല. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല ദിവസം കൂടെ കർത്താവ് നമുക്ക് തന്നതിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് ഈ മെസ്സേജ് കേൾക്കുമ്പോൾ ഇത് പറയുന്ന ആ സമയത്ത് ആ വ്യക്തികളിൽ അല്ലെങ്കിൽ സഭയിൽ ചലിച്ച അതേ ആത്മീയ അനുഭവം ഇന്ന് കേൾക്കുന്ന ഓരോ വ്യക്തികളിലും അത് ചലിക്കാനിടയാകും. ഹല്ലേലൂയ. നമ്മൾ കേൾക്കാൻ പോകുന്നത് ആത്മലോകത്തെക്കുറിച്ചിട്ടാണ് കേൾക്കാൻ പോകുന്നത്. നമ്മൾ ക്രിസ്തുവിനെ അറിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി നമ്മുടെ പാപങ്ങൾ കർത്താവ് ക്ഷമിച്ചു എന്ന് മനസ്സിലായി. അത് എത്രത്തോളം നമ്മളിൽ അറിവുണ്ടാകുന്നുവോ അത്രത്തോളം ആ പാപം ക്ഷമിക്കപ്പെട്ടു എന്ന് ബോധം എന്നിൽ ഭരിക്കാനിടയാവും. അതേപോലെ തന്നെ ആത്മലോകത്തെക്കുറിച്ചിട്ട് എത്രത്തോളം എനിക്ക് അറിയുന്നുവോ അത്രത്തോളം എനിക്കതിൽ ജീവിക്കുവാനായി കഴിയും. കർത്താവ് എനിക്ക് എന്താണ് ചെയ്തു തന്നത്, എന്താണ് എന്നെ വിളിച്ച് വേർതിരിച്ച ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള ഉദ്ദേശം, അല്ലെങ്കിൽ ദൈവം എങ്ങനെ എന്നെ കരുതുന്നു എന്നത് എനിക്ക് മനസ്സിലാക്കുമ്പോൾ എൻ്റെ ലൈഫ് കർത്താവിനോട് ചേർന്ന് സന്തോഷിക്കുവാനായി തുടങ്ങും. ഇന്നത്തെ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ. മെസ്സേജിലേക്ക് പോകാം. ഇന്ന് എനിക്ക് ഒരു കാര്യം അറിയാവേ, ഇന്ന് അസാധാരണമായൊരു ഇമ്പാർട്ടേഷൻ ഉണ്ടാവും. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് സ്പിരിച്വൽ വേൾഡിനകത്ത് ഞാനായിരിക്കുമ്പോൾ എനിക്കുള്ള ബെനിഫിറ്റ്സുകളാണ്. നമ്മൾ ആ കാര്യത്തെ ഗ്രഹിക്കാൻ പോവുക. ഞാൻ നിങ്ങളോട് പറയും, ആ ബെനിഫിറ്റ്സ് പ്രസംഗിക്കുകയല്ല എൻ്റെ പരിപാടി, ആ ബെനിഫിറ്റ്സിലേക്ക് നിങ്ങളെ കൊണ്ടുവരികയാണ് എൻ്റെ പരിപാടി. നിങ്ങൾ എത്ര പേർക്ക് ആമേൻ പറയാം? സോ ഇന്ന് പകൽ ചിലരെ ദൈവദൂതന്മാർ സന്ദർശിക്കാൻ പോകുന്നു. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു തുടങ്ങിയ സ്ഥലത്തിലേക്ക് നമ്മൾ തിരിച്ചു വരുക. ഒത്തിരി ആളുകൾ എന്നോട് പറയാറുണ്ട്, ബ്രദറെ ഞാൻ എങ്ങനെയാണ് സ്പിരിച്വലായ ഈ ലോകത്തിലേക്ക് വരുന്നത്? എനിക്ക് സ്പിരിച്വൽ ലോകം കാണണമെന്ന് ആഗ്രഹമുണ്ട്, ആത്മലോകം കാണണമെന്ന് ആഗ്രഹമുണ്ട്. കുറച്ചും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും ആത്മലോകത്തെക്കുറിച്ച് പറയുമ്പോൾ എനിക്കതിലേക്ക് എന്ന് കയറാൻ പറ്റും, എനിക്ക് എങ്ങനെ അത് അനുഭവിക്കാൻ പറ്റും എന്ന് 100 ചോദ്യങ്ങളാണ് നമ്മുടെ ഉള്ളിൽ കയറി വരുന്നത്. ഒരു ഹല്ലേലൂയ പറഞ്ഞായിട്ട് ഇവിടെ സ്പിരിച്വൽ വേൾഡുണ്ട്, ആത്മലോകമുണ്ട്, ആത്മലോകം അനുഭവിക്കാൻ പറ്റും എന്നൊക്കെ പറയുമ്പോൾ ഇതിനകത്ത് കുറേ ആളുകൾ ചിന്തിക്കുന്നത് അത് ജോൺ ബ്രദറിന് വേണ്ടി മാത്രമുള്ള സാധനമാണ്.
പലപ്പോഴും നമുക്ക് നമ്മുടെ അകത്ത് എനിക്ക് എന്തുകൊണ്ട് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നില്ല, വാസ്തവത്തിൽ അങ്ങനൊരു ചോദ്യമുണ്ട്. ഞാൻ 22-ാമത്തെ വയസ്സിലാണ് യേശുവിനെ അറിയുന്നത്. യേശുവിനെ അറിയുന്ന സമയത്ത് എനിക്ക് മനസ്സിലായി എൻ്റെ സകല പാപവും എൻ്റെ സകല തിന്മയും കർത്താവ് ക്ഷമിച്ചു എന്ന്. ഞാൻ തല്ലിപ്പള്ളിയായിട്ട് ജീവിച്ചതാ. യേശുവിനെ അറിയുന്നത് വരെ രക്ഷ എന്ന് പറയുന്ന ആ യാഥാർത്ഥ്യം എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ ക്രിസ്ത്യാനിയുടെ ജനിച്ചേ. പക്ഷേ യേശു രക്ഷകനാണെന്നും യേശുവിലൂടെ പാപമോചനം ഉണ്ടെന്നും എനിക്ക് എന്നാണോ മനസ്സിലായത്, അന്നാണ് എനിക്കത് അനുഭവിക്കാൻ കഴിഞ്ഞത്. ഒന്നുകൂടെ ഞാൻ പറയാം. യേശു രക്ഷകനാണെന്നും പാപമോചനം നൽകുന്നവനുമാണെന്നും എനിക്കെന്നാണോ മനസ്സിലായത്, അന്നാണ് വാസ്തവത്തിൽ എനിക്ക് പാപമോചനം ഉണ്ടായത്, രക്ഷയുണ്ടായത്. എന്ന് പറഞ്ഞാൽ നമുക്ക് ദൈവത്തിന് നൽകുന്ന അറിവ് നമുക്ക് ഗ്രഹിക്കാൻ കഴിയുമ്പോൾ, അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ പറ്റുമ്പോഴാണ് വാസ്തവത്തിൽ ദൈവദിനത്തിൽ എഴുതിയിരിക്കുന്ന ആ കാര്യത്തിനകത്തേക്ക് എനിക്ക് വരാനായി കഴിയുന്നത്. ഒരു ഹല്ലേലൂയ പറയാം. എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ ഇത്രയേ ഉള്ളൂ. എൻ്റെ കാരണം ദൈവരാജ്യം എന്ന് പറയുന്നതും അല്ലെങ്കിൽ ആത്മലോകം എന്ന് പറയുന്നതും നമ്മൾ കേൾക്കാനും ആ കേൾക്കുന്നത് ആരെങ്കിലും വിശ്വസിക്കാനും തയ്യാറായാൽ, ആ തയ്യാറാകുന്ന നിമിഷം മുതൽ ഞാൻ നിങ്ങളോട് പറയാം, അത് അനുഭവിക്കാനായി പറ്റും. ഇനി കുറച്ചും കൂടെ നന്നായി പറയാം. ദൈവരാജ്യ അനുഭവങ്ങളും അല്ലെങ്കിൽ ആത്മലോകത്തിൻ്റെ അനുഭവങ്ങളും ഏതെല്ലാം മേഖലയിൽ എനിക്ക് അറിവ് ലഭിക്കുന്നു, ആ അറിവ് ലഭിക്കുന്ന മേഖലയിലേക്ക് മാത്രമേ എനിക്ക് കയറി ചെല്ലാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ വളരെ പ്രാധാന്യമുള്ള കാര്യമാണ് ദൈവരാജ്യത്തെക്കുറിച്ചുള്ള അറിവ് അല്ലെങ്കിൽ ആത്മലോകത്തെക്കുറിച്ചുള്ള അറിവ്. വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. അപ്പോൾ എത്രത്തോളം ആ കാര്യം എനിക്ക് മനസ്സിലായി കിട്ടുന്നോ അത്രത്തോളം മാത്രമേ എനിക്ക് അതിനകത്തേക്ക് അത് അനുഭവിക്കാനായും അത് അകത്തേക്ക് കയറുവാനുമായി എനിക്ക് കഴിയത്തുള്ളൂ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞായിട്ട്. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ദൈവവചനം വായിക്കും, എനിക്ക് മനസ്സിലായി എത്ര ഡീപ്പറായി ആത്മലോകം മനസ്സിലാകുന്നു, അത്ര ഡീപ്പറായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് എക്സ്പീരിയൻസ് ചെയ്യാനായി പറ്റും, അനുഭവിക്കാനായി പറ്റും. കൈകളടിച്ചൊരു നല്ല ആമേൻ പറഞ്ഞായിട്ട്. പഴയ നിയമത്തിലെ ഇസ്രായേൽ ജനം മിസ്രൈമിൽ നിന്ന് പുറപ്പെടുകയാണ്. അവരെക്കുറിച്ച് വേദവചനം പറയുന്നത് കട്ടളപ്പടിമേലും കുറുമ്പടിമേലും രക്തം തെളിച്ചു. ആ രക്തം തെളിച്ച ദിവസം ഒരു സംഹാരകൻ അതിലൂടെ കടന്നുപോയി. മിസ്രൈമിൽ ഉറക്കെ പറഞ്ഞു, ഞങ്ങളെ വിട്ടു പോകണം. അവർ മിസ്രൈമിൽ നിന്ന് യാത്ര ആരംഭിക്കുക. അവർ യാത്ര ആരംഭിച്ചതിനെ കുറിച്ച് ബൈബിൾ പറയുന്നത്, അവർ പുറത്തോട്ടിറങ്ങിയിട്ട് ഇസ്രായേൽ പുറത്തോട്ടിറങ്ങിയിട്ട് മിസ്രൈമിനെ മുഴുവൻ കൊള്ളയിട്ടു. വെള്ളിയോടും പൊന്നിനോടും കൂടെ അവർ യാത്ര ആരംഭിക്കുക. നിങ്ങൾ ശ്രദ്ധിക്കണേ, ഗൗരവമുള്ള കാര്യം. അവർ പുറപ്പെടുമ്പോൾ അവർ എക്സ്പീരിയൻസ് ചെയ്തൊരു വലിയ കാര്യമുണ്ട്. അവർ പുറപ്പെട്ട സമയം മുതൽ അവർ കാര്യം കാണാൻ തുടങ്ങി. സംതിങ് അവരുടെ മുമ്പിൽ ചലിക്കുന്നത് അവർക്ക് മനസ്സിലാകാൻ തുടങ്ങി. അവരെ ഇറങ്ങിയ സെക്കൻഡിൽ, കുറച്ചും കൂടെ നന്നായി പറഞ്ഞ, പെസഹ കഴിഞ്ഞിട്ട് കുഞ്ഞാട്ടിൻ്റെ രക്തം വീണ്ടെടുത്തിട്ട് കുഞ്ഞാട്ടിൻ്റെ രക്തത്തിൻ്റെ ആഘോഷം കഴിഞ്ഞിട്ട് അവർ ഒരു ആരംഭം, അവരൊരു പുതിയൊരു തുടക്കത്തിലേക്ക് വരിക. ആ തുടക്കം എന്ന് പറയുന്നത് അവർ പ്രവേശിച്ചത് അഗ്നിസ്തംഭവും മേഘസ്തംഭവും നിൽക്കുന്ന ആ ആത്മലോകത്തിനകത്തേക്ക് അവർ കയറിയത്. ഒരു 4 പേര് വരാവോ. ഇങ്ങനെ നിങ്ങൾ വട്ടത്തിൽ നിന്ന് വണ്ടർഫുൾ ചേച്ചി ഓടി വാ ഇവിടെ നിൽക്ക്. നിങ്ങളൊന്ന് കൈ കോർത്ത് പിടിച്ച് ഇങ്ങനെ ഇവിടെ വിട്ടോ. ഒന്ന് ശ്രദ്ധിച്ചേ. കുഞ്ഞാട്ടിൻ്റെ രക്തം തെളിക്കപ്പെട്ടിട്ട് അവർ കയറുക. എവിടേക്കാ അവർ കയറിയത്? അവർക്ക് മനസ്സിലായി, അവർക്ക് ചുറ്റും മേഘസ്തംഭം നിൽക്കുന്നു, അവർക്ക് ചുറ്റും അഗ്നിസ്തംഭം നിൽക്കുന്നു. അവർക്ക് ലിറ്ററലി മനസ്സിലായി, അവർ ഇതുവരെ ജീവിച്ച ലോകത്തിലേക്കല്ല കയറിയത്, വേറൊരു സ്ഥലത്തേക്ക് കയറിയതുപോലെ അവർക്ക് മനസ്സിലായി. ഒരു മിനിറ്റ് നിൽക്കണേ. അവർ കയറിയ സ്ഥലം മരുഭൂമിയാണ്. അല്ല, അവർ കടന്ന സ്ഥലം മിസ്രൈമിൽ നിന്ന് പുറത്തു പോകുന്നത് സാധാരണ ഒരു സ്ഥലമാണ്. പക്ഷെ ആ സാധാരണ സ്ഥലത്ത് അവർക്കൊരു കാര്യം മനസ്സിലാക്കാൻ തുടങ്ങി. ദൈവത്തിൻ്റെ അസാധാരണത്വം സാധാരണമായി അവർ കാണാൻ തുടങ്ങി. അന്ന് മുതൽ അവർക്കൊരു കാര്യം പിടികിട്ടി, അവർ മാത്രമല്ല മൂവ് ചെയ്യുന്നത്, ഈ മേഘസ്തംഭം മൂവ് ചെയ്യുമ്പോഴാണ് അവർ മൂവ് ചെയ്യുന്നത്, ഈ അഗ്നിസ്തംഭം മൂവ് ചെയ്യുമ്പോഴാണ് അവർ മൂവ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ അവരോടൊപ്പം ഒരു ആത്മലോകം ചലിക്കുന്നുണ്ട്.
നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ട്? ഒരു ഹല്ലേലൂയ പറയാം. അപ്പുറത്തോട്ട് കൈ പിടിച്ചിടാ, അപ്പുറത്തോട്ട് വന്നേ. നോക്കിക്കേ, നിങ്ങൾ മുന്നോട്ട് കണ്ടോ? ഞാൻ മുന്നോട്ട് പോകുമ്പോഴല്ല, ഈ ആത്മലോകം ചലിക്കുന്ന അനുസരിച്ചായിരുന്നു അവര് ചലിച്ചുകൊണ്ടിരുന്നത്. ശ്രദ്ധിക്കണേ. ഇസ്രായേൽ ജനം ചലിക്കുന്ന അനുസരിച്ച് ആത്മലോകം ചലിക്കുകയല്ല, ആത്മലോകം മൂവ് ചെയ്യുന്നതനുസരിച്ചാണ് അവർ ചലിച്ചുകൊണ്ടിരുന്നത്. മേഘം എങ്ങനെ മൂവ് ചെയ്യോ അവർ മൂവ് ചെയ്യും, അഗ്നിസ്തംഭം എങ്ങനെ മൂവ് ചെയ്യോ അവർ മൂവ് ചെയ്യും. നിങ്ങൾ ജനിച്ചിരിക്കുന്നത് ബെറ്റർ പ്ലേസിലാ. പഴയ നിയമത്തേക്കാൾ ബെറ്റർ ആയ ഒരു സ്ഥലത്താണ് നിങ്ങൾ ജനിച്ചിരിക്കുന്നത്. പക്ഷേ നമ്മൾ ഒരിക്കൽ പോലും എന്നോട് കൂടെ ചലിക്കുന്ന ആത്മലോകത്തെ കണ്ടോണ്ടല്ല മൂവ് ചെയ്യുന്നത്. ആത്മലോകം മൂവ് ചെയ്യുന്നത് വരെ ഞാൻ വെയിറ്റ് ചെയ്യാറില്ല. സക്സസ് ഉണ്ടാകുന്നതിന്റെ രഹസ്യം എന്ന് പറയുന്നത് എപ്പോഴാണോ പരിശുദ്ധാത്മാവ് ചലിക്കുന്നത്, എപ്പോഴാണോ ആത്മാവ് മൂവ് ചെയ്യുന്നത്, അതിനോടൊപ്പം ചലിക്കാൻ തുടങ്ങുമ്പോഴാണ് അത്ഭുതങ്ങൾ വ്യാപരിക്കാനായി തുടങ്ങുന്നത്. എന്റെ വിഷയമല്ല. എന്റെ കൂടെ ഉണ്ടെങ്കിൽ കൈയടിച്ചൊരു ആമേൻ പറ. ഇത് പഴയ നിയമത്തിന്റെ പാറ്റേൺ ആണ്. അവർക്ക് കണ്ണിൽ അത് അഗ്നിസ്തംഭം മേഘസ്തംഭം കാണാമായിരുന്നു. പക്ഷെ നമ്മൾ വിചാരിക്കുന്ന അതാണ് വലുതെന്നാണ്. പക്ഷെ വേദവചനം പറയുന്നത് നിങ്ങൾ വന്നിരിക്കുന്നത് അതിനേക്കാൾ ബെറ്ററായ സ്ഥലത്താണ്. എബ്രായ ലേഖനം 12:22 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ ഞാൻ വന്നിരിക്കുന്ന അതിനേക്കാൾ ഉയർന്ന സ്ഥലത്താണ് എന്ന് പറഞ്ഞാൽ മേഘസ്തംഭവും അഗ്നിസ്തംഭവും അവരോടൊപ്പം ചലിച്ചതുപോലെ ഞാൻ ചലിക്കുമ്പോഴും അത് ചലിക്കുന്നുണ്ട്. പ്രശ്നം എന്നാണെന്നറിയോ? ലിസൺ. അവര് ചലിച്ചപ്പോഴല്ല മേഘസ്തംഭവും അഗ്നിസ്തംഭവും ചലിച്ചത്, അഗ്നിസ്തംഭവും മേഘസ്തംഭവും ചലിച്ചപ്പോഴാണ് അവര് ചലിച്ചതാ. നമ്മൾ വിശ്വാസത്തിൽ വന്നു. നമ്മളിപ്പോ മനസ്സിലാക്കി ഞാൻ വിശ്വാസത്തിൽ വന്നപ്പോ ആത്മലോകത്തിലേക്ക് കയറി എന്ന് മനസ്സിലായി. പക്ഷേ ആത്മലോകം മൂവ് ചെയ്യുന്ന അനുസരിച്ചാണ് ഞാൻ മൂവ് ചെയ്യേണ്ടതെന്ന് നമ്മളെ ഭരിക്കുന്നില്ല. ഞാൻ മൂവ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. പരിശുദ്ധാത്മാവ് ചലിക്കുമ്പോഴാണ് ഞാൻ ചലിക്കേണ്ടത്. അപ്പോഴാണ് അത്ഭുതങ്ങൾക്ക് സാധാരണമായി തീരുന്നത്. നിങ്ങൾ എൻ്റെ ഒപ്പം എത്തിയോ? ഒരു നല്ല ഹല്ലേലൂയ പറയാം. മെല്ലെ അകത്തോട്ട് കയറട്ടെ. എൻ്റെ കൂടെ ഉണ്ടോ? ഒരു ഹല്ലേലൂയ പറയാമോ എന്ന് പറഞ്ഞ ഇറ്റ്സ് ക്വൈറ്റ് ബിഗ്. അവരെ വിസിബിളായ ആത്മലോകം അവരനുഭവിക്കുമായിരുന്നു. നിങ്ങളുടെ അകത്തെ കണ്ണു തുറന്നാൽ വിസിബിളായ ഒരാത്മലോകം നിങ്ങൾക്കും കാണാം. ഒന്ന് തലയിലൂടെ കൈവച്ചിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരണേ കർത്താവേ. നമ്മളെല്ലാ കാര്യവും ഫിസിക്കലായിട്ട് ചെയ്തിട്ട് റിസൾട്ട് സ്പിരിച്വൽ വരാൻ ശ്രമിക്കൊണ്ടിരിക്കുക. പക്ഷേ സ്പിരിച്വലായി ചെയ്താൽ മാത്രമേ ഫിസിക്കലായ റിസൾട്ട് ഉണ്ടാകത്തുള്ളൂ. കയ്യടിന്റെ സ്ട്രോങ് കേട്ടാൽ അറിയാം എത്രത്തോളം തല കയറിയിട്ടുണ്ടെന്ന്. നിങ്ങൾ പറഞ്ഞു തരുന്നു വേണ്ട എനിക്ക്. ഒരു നല്ല ആമേൻ പറഞ്ഞേ. നമുക്ക് അടുത്ത ആഴ്ചയിൽ കുറച്ചും കൂടെ വിശദീകരിക്കാം. എന്ന് പറഞ്ഞാൽ ഞാൻ എത്രത്തോളം സ്പിരിച്വലായി അതിനെ ഗസ് ചെയ്യുന്നു അവിടെ മാത്രമേ റിസൾട്ട് ഉള്ളൂ. നമ്മൾ പലപ്പോഴും ഫിസിക്കലായ എല്ലാ കാര്യം ചെയ്യുന്നേ. ഹല്ലേലൂയ. പക്ഷെ ഫിസിക്കലായ കാര്യത്തിന് സ്പിരിച്വലായ റിസൾട്ട് തരാൻ പറ്റത്തില്ല. ഫിസിക്കലിനെ സ്പിരിച്വലിനെ പ്രസവിക്കാൻ കഴിയത്തില്ല. പക്ഷെ സ്പിരിച്വലിന് ഫിസിക്കലായ പലതിനെയും പ്രസവിക്കാനായി കഴിയും. കുറച്ചും കൂടെ നന്നായി പറയാം. കർത്താവ് ശൂന്യതയിൽ നിന്ന് പറഞ്ഞു ഉണ്ടാകട്ടെ. സ്പിരിച്വൽ ആണ്. സകലതും ഉളവായിരിക്കുന്നതിനെ ഒരിക്കലും തിരിച്ചുണ്ടാക്കാൻ ഒക്കത്തില്ല. പക്ഷെ സ്പിരിച്വൽ ആയതിനെ ചിലത് പുറത്തേക്ക് കൊണ്ടുവരാനായി കഴിയും. ഇത്രയൊക്കെ മനസ്സിലായാലും കുഴപ്പമില്ല. നമുക്ക് കുറച്ചും കൂടെ ഡീപ്പായിട്ട് അടുത്ത ആഴ്ചകളിൽ ആ കാര്യം കുറിച്ച് ചിന്തിക്കാം. ഇരുന്നോടെ പിള്ളേരെ. അപ്പോൾ നോക്ക്, ഇസ്രായേൽ ജനം മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ അവർ മേഘസ്തംഭത്തിനകത്തേക്കും അഗ്നിസ്തംഭത്തേക്കകത്തേക്കാണ് വന്നത്. അവർക്ക് കാര്യം മനസ്സിലായി. വിസിബിളായ ഒരു ആത്മലോകം അവർക്ക് കാണാമായിരുന്നു. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞായിട്ട് പുറപ്പാട് പുസ്തകത്തിലേക്ക് വരാം. അതിന്റെ 14-ാം അധ്യായം എടുക്കാം. അതിന്റെ 19-ാമത്തെ വാക്യം വായിക്കാം. അടുത്ത ആ വാചകം ഒന്ന് വായിക്കാം. അനന്തരം ഇസ്രായേലരുടെ സൈന്യത്തിന് മുമ്പായി നടന്ന ദൂതൻ. എല്ലാവരും പറഞ്ഞേ, ഇസ്രായേൽ സൈന്യത്തിന്റെ മുമ്പാകെ നടന്ന ദൂതൻ. ഓർക്ക പറ. ഞാൻ യേശുവിലേക്ക് വന്ന നിമിഷം മുതൽ എനിക്ക് മുമ്പായി ഒരു ദൂതനുണ്ടെന്ന് അറിയാവോ?
ഒരു ഹല്ലേലൂയ പറയോ. പ്രശ്നം എവിടെയാണെന്നറിയോ? നമുക്ക് 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 ചില കാര്യങ്ങൾക്ക് വ്യക്തതയില്ല. നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് പ്രാപിച്ചതോടുകൂടെ പരിപൂർണമായി എന്ന് ചിന്തിക്കുന്നവരാണ്. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തോടു കൂടെ സകലതും പൂർണ്ണമായി. പക്ഷെ നിങ്ങൾ അറിയേണ്ടത്, ശ്രദ്ധിക്കണേ, പരിശുദ്ധാത്മാഭിഷേകം വന്നപ്പോൾ നിങ്ങൾ അറിയേണ്ടത് അതിനോട് കൂടെ ദൈവം ചിലത് ആഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ കൂടെ ഒരു നല്ല ഹല്ലേലൂയ പറ. ഇസ്രായേൽ ജനത്തിൻ്റെ മേൽ മിസ്രൈമിൽ നിന്ന് പുറത്തു വന്നപ്പോൾ അവർ എത്തേണ്ടതിനെ, അവർ ആയിരിക്കണം എന്ന് ദൈവം ആഗ്രഹിച്ച സ്ഥലത്തേക്ക് അവരെ എത്തേണ്ടതിന് അവർക്ക് മുമ്പാകെ ഒരു ഏഞ്ചലിനെ ദൈവം അയച്ചു. എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് അവരോടൊപ്പം ഉള്ളപ്പോൾ തന്നെ അവരെ വഴി നടത്താൻ വേറൊരു ഏഞ്ചലിനെ കൂടെ ദൈവം അയച്ചു. എന്നാൽ നമ്മുടെ പ്രശ്നം എന്താണെന്നറിയോ? നമ്മുടെ ഉള്ളിൽ ആത്മനിറവ് ഉണ്ടായിട്ട് ആ ആത്മനിറവിൽ ഇരിക്കുന്ന ഞാൻ പരിശുദ്ധാത്മാവിനോട് പോലും സംസാരിക്കാറില്ല. പരിശുദ്ധാത്മാവിനോട് പോലും സംസാരിക്കാത്തയാൾ ആ ആത്മനിറവ് വന്നപ്പോൾ എനിക്ക് വേണ്ടി അസൈൻ ചെയ്തിരിക്കുന്ന ഏഞ്ചൽസിനോട് എങ്ങനെയാണ് സംസാരിക്കുന്നത്? ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മൾ പരിശുദ്ധാത്മാവിന് നിറവ് വന്നു, പക്ഷെ നമ്മൾ ആരോട് സംസാരിക്കാറില്ല. ഇപ്പോഴും പരിശുദ്ധാത്മാവിനോട് സംസാരിക്കാറില്ല. അവൻ നമ്മളെ സകല വഴിയിലും സത്യത്തിലും വഴി നടത്തേണ്ടതിന് ആണ് വന്നത്. പക്ഷെ ആ വഴി നടത്തേണ്ടതിന് ഞാൻ പലപ്പോഴും ഇതുവരെയും പരിശുദ്ധാത്മാവുമായിട്ട് ഗൈഡൻസ് ഇല്ല. ഞാൻ ചെയ്യും, ദൈവമേ നീ സഹായിക്കണമെന്നാണ് നമ്മുടെ ചിന്ത. എന്നാൽ പരിശുദ്ധാത്മാവുമായിട്ട് ഒരാൾ ഗൈഡൻസിലേക്ക് വന്നാൽ അയാളുടെ കൂടെ ഒരു കൂട്ടം ഏഞ്ചലിക് സപ്പോർട്ടും കൂടെ ദൈവം നൽകാൻ തുടങ്ങും. നിങ്ങൾ ശ്രദ്ധിക്കാവോ, പരിശുദ്ധാത്മ പൂർണ്ണനായിരുന്നു യേശു കർത്താവ്. പക്ഷെ നിങ്ങൾ അറിയേണ്ടത്, പരിശുദ്ധാത്മ പൂർണ്ണനായ യേശു കർത്താവ് മരുഭൂമിയിലേക്ക് ചെന്നപ്പോൾ അവിടെ അവനെ സഹായിക്കാൻ പരിശുദ്ധാത്മാവ് മാത്രമല്ല ഉണ്ടായിരുന്നേ, ഒരു മിനിസ്ട്രിങ് ഏഞ്ചൽസ് ഉണ്ടായിരുന്നു, ഒരു കൂട്ടം ദൈവദൂതന്മാരുണ്ടായിരുന്നു. എന്ന് പറഞ്ഞ ആത്മനിറവ് അനുഭവിക്കുന്ന സകലരുടെയും കൂടെ മിനിസ്ട്രിങ് ഏഞ്ചൽസ് അവരെ ഗൈഡ് ചെയ്യേണ്ടതിന് അന്ന് മുതൽ വ്യാപരിക്കാനായി തുടങ്ങും. നോക്കാം, ശ്രദ്ധിച്ചോണേ. കർത്താവെ ഞങ്ങളെ ഗൈഡ് ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നവരില്ലേ ഇതിനകത്ത്? കുറച്ചുപേരൊക്കെ ഉണ്ട്, കുറച്ചുപേരേ ഉള്ളൂ എന്ന് എനിക്കറിയാം. ആ പ്രാർത്ഥിക്കുന്നവരോട് ചോദിക്കാം, എങ്ങനെയാ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഗൈഡ് ചെയ്യുന്നത്? അപ്പൊ നിങ്ങൾ പറയും വചനത്തിലൂടെ, ആത്മാവിന്റെ ശബ്ദത്തിലൂടെ. ദാറ്റ് ഈസ് ട്രൂ. പക്ഷെ അതോടൊപ്പം തന്നെ നിങ്ങൾ അറിയേണ്ടത്, നിങ്ങളെ ഗൈഡ് ചെയ്യേണ്ടതിന് ഗാർഡിയൻ ഏഞ്ചൽസ് ഉണ്ട്, ഗൈഡ് ചെയ്യുന്ന ഏഞ്ചൽസ് ഉണ്ട്. അവർ നിങ്ങൾക്ക് മുമ്പാകെ പോകാൻ റെഡിയാണ്. പരിശുദ്ധാത്മാവുമായിട്ട് ആരെങ്കിലും കമ്മ്യൂണിക്കേഷനിലേക്ക് വന്നാൽ നിങ്ങളുടെ മുമ്പിൽ നടക്കുന്ന ഏഞ്ചൽസിനെ നിങ്ങൾക്ക് കാണാൻ കഴിയും. അവൻ നിങ്ങളെ കൊണ്ടുപോകുന്ന ഈ ഇടം നിങ്ങൾക്ക് മനസ്സിലാകാനായി തുടങ്ങും. കുറച്ചും കൂടെ ഉള്ളിലേക്ക് വരട്ടെ. എൻ്റെ കൂടെ എത്തിയ ഒരു നല്ല ഹല്ലേലൂയ പറയാം. സങ്കീർത്തനക്കാരൻ പറയുക, ഈ എളിയവർ നിലവിളിച്ചു, യഹോവ കേട്ടു, സകല കഷ്ടത്തിൽ നിന്നും അവൻ എന്നെ വിടുവിച്ചു. നിങ്ങൾ പറയും, എങ്ങനെയാ ദൈവം വിടുവിക്കുന്നത്? ദൈവം നേരിട്ട് വിടുവിച്ചു. പക്ഷെ ഞാൻ വേദപുസ്തകത്തിൽ നോക്കിയപ്പോൾ ദൈവം നേരിട്ട് വിടുവിച്ച സംഭവങ്ങൾ കുറവാണ്. ദാനിയേൽ സിംഹക്കുഴി വീണു. ആ സിംഹക്കുഴിയിലെ സിംഹത്തിന്റെ വായ അടച്ചതാരാ? ആ സിംഹത്തിന്റെ വായ അടച്ച ദൂതന്മാരാ. ശദ്രക മേശക അബേദ്നെഗോ ഇതാ ഒരു തീക്കകത്ത് വീണു. നാലാമതൊരുവൻ അവിടെ നിൽക്കുന്നത് കാണാം. നിങ്ങൾ പറയുമായിരിക്കും യേശു കർത്താവാണ് അവിടെ വന്ന് നിൽക്കുന്നത്. എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് അതൊരു ഏഞ്ചലാണ്. ദൈവം നമ്മളെ വിടുവിക്കുന്ന വിധമാണ് ഞാൻ അറിയേണ്ടത്. ആ വിധം അറിയണമെങ്കിൽ ആ പരിശുദ്ധാത്മാവുമായിട്ട് ബന്ധം വേണം. ആ വിധം അറിയണമെങ്കിൽ ആ ഏഞ്ചൽസുമായി റിലേഷൻ ഉണ്ടാകണം. അവിടെ അത്ഭുതങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകാനായി തുടങ്ങുന്നത്. കർത്താവ് എങ്ങനെയാണ് എന്നെ പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ദൈവം എന്നെ മേലാക്കിയിരിക്കുന്ന, എന്നെ കരുതുവാനാക്കിയിരിക്കുന്ന ദൂതന്മാരെ കുറിച്ച് എനിക്ക് കർത്താവ് എനിക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളെ എനിക്ക് മനസ്സിലാക്കണമെങ്കിൽ എനിക്ക് ദൈവമായൊരു റിലേഷൻ ഉണ്ടാകണം. റിലേഷൻ ഉണ്ടാകുമ്പോൾ മാത്രമേ ദൈവം എന്താണ് എനിക്ക് വേണ്ടി ചെയ്യുന്നതെന്ന് മനസ്സിലാകത്തുള്ളൂ. നിങ്ങളുടെ ലൈഫിലും കർത്താവുമായൊരു ബന്ധമുണ്ടാകട്ടെ. ദൈവത്തെ അനുഭവിച്ചറിഞ്ഞാട്ടെ. ആ ശബ്ദത്തിനൊത്തവണ്ണം ആകട്ടെ. നമുക്കിനി ചില സാക്ഷ്യങ്ങളിലേക്ക് പോകാം.
കേലം സീരിയൽ നമ്പർ 92. ഈ മകന്റെ പേര് അരവിന്ദ് എന്നാണ്. വർക്കല എന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത്. 1 വർഷമായി ഈ മകന്റെ വിഷ്ണത്തിന് വീക്കവും ശരീരവേദനയായി ഭാരപ്പെടുകയായിരുന്നു. എന്നാൽ നമ്മൾ ഇപ്പൊ കഴിഞ്ഞ ഡെലിവറൻസ് മീറ്റിംഗില് ബ്രദർ ഇങ്ങനെ പറഞ്ഞു, ഈ വരിയിലിരിക്കുന്ന ഇത്രയും പേര് അവിടെ ദൈവത്തിന്റെ സാന്നിധ്യം തൊടുകയും അവർ എഴുന്നേറ്റ് നിൽക്കാൻ ഇടയാകുകയും ബ്രദർ അത് അങ്ങോട്ട് തന്നെ പറയാനായിട്ട് ഇടയായി. അങ്ങനെ ഇവർ എഴുന്നേറ്റ് നിൽക്കുകയും ആ നിമിഷത്തിൽ തന്നെ ഈ മകന് ആ വിഷ്ണത്തിലുള്ള വേദനയും ആ ശരീരവേദനയും അപ്പോൾ തന്നെ അത് സ്റ്റോപ്പ് ആകുവാനായിട്ട് ഇടയായി. ഈ ശാരീരിക അസ്വസ്ഥത മൂലം ഈ മകൻ ആരോടും മിണ്ടുകയോ പറയുകയോ ഒന്നും ചെയ്യാതെ സംസാരിക്കുക പോലും ചെയ്യാതെ ഇരിക്കുകയായിരുന്നു. ഇതിന് ശേഷം എല്ലാവരോടും ഇപ്പോൾ സംസാരിക്കുകയും മകൻ വലിയ ഹാപ്പിയിലായിരിക്കുകയാണെന്നാണ് മാതാവ് പറയുന്നത്. മോൻ അങ്ങനെ ഒരു പ്രയാസം ഉണ്ടായിരുന്നു, ആ ക്യാമ്പിനെ സംബന്ധിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ സൗഖ്യമായി. എത്ര നാൾ നിനക്ക് അങ്ങനെ ഒരു പ്രയാസം ഉണ്ടായിരുന്നു? 7 മാസത്തോളമായി. കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച്. ഇതൊരു വലിയ കാര്യമോ, പേഴ്സണലി ഒന്ന് പറയാൻ പ്രയാസമുള്ള കാര്യമോ, പക്ഷേ അവൻ വന്ന് പറഞ്ഞത് അവനുണ്ടായ സൗഖ്യത്തിന് വലിപ്പം ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചാട്ടെ. കേലം 94. ഈ അമ്മയുടെ പേര് ഇന്ദിര എന്നാണ്. മൺട്രോത്തുരുത്തിൽ നിന്നാണ് കടന്നു വരുന്നത്. 2022 ജൂലൈയിൽ നടന്ന ഒരു അത്ഭുത സാക്ഷ്യത്തെ കുറിച്ചാണ് പറയുവാൻ. 2022 നടന്നത്. അതെ, അമ്മയ്ക്ക് വീണതിനെ തുടർന്ന് നട്ടലിന് 2 പൊട്ടലുണ്ടായിരുന്നു. അതിനെ തുടർന്ന് ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കുകയും ബെൽറ്റ് ഇടുകയും 3 മാസം ബെഡ് റെസ്റ്റ് പറയുകയായിരുന്നു. ആ 3 മാസത്തിൽ നിന്ന് 1.5 മാസമായപ്പോൾ ചർച്ചിലേക്ക് കടന്നു വരികയും ജോൺ ബ്രദർ സിസ്റ്റർ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ആ നിമിഷം തന്നെ സൗഖ്യമാകുകയും ചെയ്തു. എന്നാൽ ഡോക്ടർ പറഞ്ഞത് 3 മാസത്തിന് മുമ്പായിട്ട് അമ്മ എഴുന്നേറ്റ് നടന്നാൽ തളർന്നു പോകുകയും വീഴുകയും ചെയ്യുമെന്ന് പറഞ്ഞിടത്ത് നിന്നാണ് ഈ 1.5 മാസത്തിനുള്ളിൽ അമ്മ സൗഖ്യമായത്. കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. അമ്മയ്ക്ക് എന്ത് സംഭവിച്ചു? നട്ടെല്ല് പൊട്ടി എന്ന് പറഞ്ഞു, ശരിയാണോ? തൊഴിലുറപ്പിൽ നിന്നപ്പോ മറിഞ്ഞു വീണതാ, തെന്നി മറിഞ്ഞു വീണതാ. എന്നിട്ട് എന്തോ സംഭവിച്ചു അമ്മയ്ക്ക്? അന്നേരം പെട്ടെന്ന് തന്നെ മേറ്റന്മാരെല്ലാം കൂടെ ആശുപത്രി കൊണ്ടുപോയി. അവിടെ വിശ്ര എടുത്തപ്പോൾ 2 പൊട്ടലുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾക്ക് ESI ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ ചീരങ്കാവിലോട്ട് കൊണ്ടുപോയി. അവിടെ അങ്ങനെ റെസ്റ്റ് എടുത്ത് കിടന്ന് 3 മാസം കിടക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ ഇംഗ്ലീഷ് ഒന്ന് പ്രാർത്ഥിച്ച് പറഞ്ഞു 3 മാസം ഒന്നും കിടക്കത്തില്ല അമ്മ, 2 മാസം അതിന് മുമ്പേ അമ്മ എണ്ണീക്കുമെന്ന്. അങ്ങനെ വീട്ടിൽ വന്ന് 2 മാസം കഴിഞ്ഞപ്പോൾ പിന്നെ ചെക്കപ്പനി എന്ന് പറഞ്ഞു. പിന്നെ അമ്മയ്ക്ക് സുഖമാവും. പിന്നെ അങ്ങനെ തന്നെ ഇളയ മോൾ ഐഷ എന്നെ ഇവിടെ ചർച്ചിൽ കൊണ്ടുവന്ന് പ്രാർത്ഥിപ്പിക്കുകയും ചെയ്തു. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. മിറക്കിൾ സൺഡേ തിരുവനന്തപുരത്ത് ഒക്ടോബർ 13 രാവിലെ 11 മണി മുതൽ. സ്ഥലം AJ ഹാൾ, കുമാരപുരം. TV പ്രേക്ഷക സംഗമം കാട്ടാക്കട ഒക്ടോബർ 15 ചൊവ്വാഴ്ച രാവിലെ 10:30 മുതൽ. സ്ഥലം ദേവി ഓഡിറ്റോറിയം, കാട്ടാക്കട. TV പ്രേക്ഷക സംഗമം കോട്ടയം ഒക്ടോബർ 16 ബുധനാഴ്ച രാവിലെ 10:30 മുതൽ. സ്ഥലം ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി, റെഡ് ക്രോസ് ടവർ, നാഗമ്പടം ഓവർബ്രിഡ്ജിന് സമീപം, കോട്ടയം. TV പ്രേക്ഷക സംഗമം തൃശൂരിൽ ഒക്ടോബർ 17 വ്യാഴാഴ്ച രാവിലെ 10:30 മുതൽ. സ്ഥലം ടൗൺ ഹാൾ, തൃശൂർ. മിറക്കിൾ സൺഡേ കൊല്ലത്ത് ഒക്ടോബർ 20 രാവിലെ 8 മണി മുതൽ. സ്ഥലം സോപാനം ഓഡിറ്റോറിയം. ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികൾക്കായി നന്ദി പറയുന്നു. ഒരു നിമിഷം നമുക്ക് കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. ഓരോ സാക്ഷ്യങ്ങളും നമ്മൾ കാണുമ്പോൾ, കർത്താവ് ചെയ്യുന്ന അത്ഭുതങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ, അതെൻ്റെ ലൈഫിൽ ജീവിക്കുന്നൊരു ദൈവത്തെ എനിക്ക് അനുഭവിക്കാൻ കഴിയുന്ന വിധത്തിൽ എനിക്ക് തുറന്നു തരികയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ ലൈഫിലും ഇന്നൊരു വലിയ സൗഖ്യമുണ്ടാകും, വലിയൊരു വിടുതലുണ്ടാകും. ഏത് മേഖലയാണോ അടഞ്ഞിരിക്കുന്നത് അവിടെ കർത്താവിൻ്റെ കരം ചലിക്കുവാനിടയാകും. ഒരു നിമിഷം കണ്ണുകളെ അടച്ചാട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പിതാവേ, സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ മേൽ പകർന്നിരിക്കുന്ന അവിടുത്തെ കൃപയ്ക്കായി സ്തോത്രം. ആ ദൈവിക സ്നേഹത്തിനായി നന്ദി പറയുന്നു. ഈ കുടുംബങ്ങളിൽ ഇവരോരോരുത്തരും അത് അനുഭവിക്കട്ടെ അപ്പാ. ഇവരോരോരുത്തരും അത് അനുഭവിക്കട്ടെ അപ്പാ. ആ നിറവിലായിരിക്കട്ടെ അപ്പാ, ആ കൃപയിലായിരിക്കട്ടെ അപ്പാ. വ്യത്യസ്തമായ അനുഭവങ്ങളിൽ കർത്താവെ അങ്ങേ അനുഭവിച്ച് ജീവിക്കുവാൻ കഴിയട്ടെ അപ്പാ. സ്വർഗീയ പിതാവേ, നിൻ്റെ പ്രവൃത്തിക്കായി നന്ദി 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 പറയുന്നു യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി യേശുവാ. കർത്താവെ, പഠിപ്പിക്കുന്ന ഒരു വ്യക്തി എനിക്ക് കാണാം. ആ പഠിപ്പിക്കുന്ന വ്യക്തി, എന്നാൽ ഇപ്പോൾ ആ വ്യക്തി ചില ഡിപ്രഷനിലാണ് ആയിരിക്കുന്നത്. തനിക്ക് ജോലിക്ക് പോകാൻ കഴിയുന്നില്ല, പഠിപ്പിക്കുവാൻ കഴിയുന്നില്ല. താൻ എപ്പോഴും അടച്ചിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വിധത്തിൽ അത് തന്നെ ഭരിക്കുന്നു.
എന്നാൽ കർത്താവിൻ്റെ കരം ആ വ്യക്തിയെ തൊടുകയാണ്. യേശുവിൻ്റെ നാമത്തിലുള്ള സൗഖ്യം ഇപ്പോൾ ആ വ്യക്തിയുടെ മേൽ ചലിക്കുകയാണ്. പിൻപറ്റി വരുന്ന എല്ലാ ശാപത്തിൻ്റെ പ്രവൃത്തികളും യേശുവിൻ്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ അപ്പാ. സൗഖ്യമുണ്ടാകട്ടെ അപ്പാ, സൗഖ്യമുണ്ടാകട്ടെ അപ്പാ, സൗഖ്യമുണ്ടാകട്ടെ അപ്പാ. താങ്ക് യു ജീസസ്. കർത്താവേ, അവിടുന്ന് ചെയ്ത കൃപയ്ക്കായി നന്ദി പറയുന്നു. അതേപോലെ വണ്ടി ഓടിക്കുന്ന ജോലിയിലായിരിക്കുന്ന ഒരു വ്യക്തി ഒരു ആക്സിഡൻറ്റിന് ശേഷം തനിക്കിപ്പോൾ ശരിയായിട്ട് വണ്ടി ഓടിക്കാൻ കഴിയുന്നില്ല. തൻ്റെ ഹിപ്പിനും നടുവിനും പ്രയാസമുണ്ട്. അപ്പോൾ ആ യേശുവിൻ്റെ നാമത്തിൽ ആ സൗഖ്യം ആ വ്യക്തിയുടെ മേൽ ചലിക്കട്ടെ. കർത്താവിൻ്റെ നാമത്തിലുള്ള സൗഖ്യം ആ വ്യക്തിയുടെ മേൽ ചലിക്കട്ടെ അപ്പാ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. കർത്താവ്, എന്നെ കാണുന്ന കുടുംബങ്ങളിൽ നിൻ്റെ കൃപ ചലിക്കണം അപ്പാ, നിൻ്റെ കൃപ ചലിക്കണം അപ്പാ, നിൻ്റെ കൃപ ചലിക്കണം അപ്പാ. അപ്പോൾ അവിടുന്ന് ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കുമായി നന്ദി പറയുന്നു. ഇവർ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളെ മേൽ നിൻ്റെ കൃപ ചലിച്ചാട്ടെ. സ്വർഗീയ പിതാവേ, അവിടുന്ന് ചെയ്യുന്നതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിൻ്റെ കൃപയിലും നിറവിലും നമുക്കായിരിക്കാം. ഗോഡ് ബ്ലെസ് യു.